സംതൃപ്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടാറ്റോ ബജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതിൽ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുന്നത്. 5 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞൊരു പ്ലേറ്റിൽ പരത്തിയിടാം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഡ്രൈ ആയി കിട്ടും. ഇതിനിടയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് കടലമാവ് എടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർക്കാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാവും. ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ നന്നായി ഇളക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട. നമുക്ക് ഉരുളക്കിഴങ്ങ് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഓരോ പീസായിട്ട് ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പൊട്ടാറ്റോ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സോസിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. താങ്ക് യു.